ആദ്യം ആ സ്റ്റെപ്പ് ഒന്നും കൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും പഠിപ്പിച്ചു തരുമോ? ശരിക്കും ആരുടെ സ്റ്റെപ്പാ? അല്ല അത് എല്ലാരും കൂടി. സുരാജേട്ടാ, എന്റെ അമ്മ ബ്രില്യന്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ആ സ്റ്റെപ്പ്. ആക്ഷൻ കോമഡി ചെയ്ത് രണ്ടു കൂട്ടരും. ജോബിയുടെ ആക്ഷൻ കോമഡി ഉണ്ടായിരുന്നു അതിനകത്തൂടെ ഉള്ള പരിപാടി. ഫൻ, സൂപ്പർ. നവി ചേച്ചി, കല്യാണ പെണ്ണും കല്യാണ ചെറുക്കനും തൂത്ത് കാര്യങ്ങ് അവര് കൊണ്ടുപോയി സ്കിറ്റ്. എന്ത് രസമായിട്ടാണ് അശ്വതി, വളരെ സ്വതസിദ്ധമായിട്ട് അങ്ങനെ വളരെ നാച്ചുറൽ ആയിട്ടാണ് അശ്വതി കോമഡി ചെയ്യുന്നത്. താങ്ക് യു. എനിക്ക് ഒരു നിമിഷത്തിലെ കൽപ്പന ചേച്ചിയൊക്കെ എനിക്ക് ഓർമ്മ വന്നു അശ്വതി കണ്ടപ്പോ. ലൈക്ക് ഭയങ്കര വലിയ കമ്പാരിസൺ പക്ഷെ എന്നാൽ പോലും ഓർമ്മ. സോ കീപ് ഇറ്റ് അപ്പ്, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഭയങ്കര നല്ല കോമഡി ആയിരുന്നു, നല്ല ടൈമിംഗ് ആയിരുന്നു. അങ്ങനെ ഞാൻ ബൈജു കുട്ടൻ ചേട്ടൻ, നിങ്ങള് എന്തൊരു എന്നാ ഒരു ഗന്ധർവനാണെന്ന്. എന്നതാ എനിക്ക് മറ്റേ ഇഷ്ടപ്പെടെ ഈ എന്റെ തലയിരിക്കണ ഇനി ആ പോലത്തെ സാധനം ഉണ്ടല്ലോ, ഇനി ആ ലൈറ്റ് അല്ലേ. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു സ്കിറ്റ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഇനി ആ ഡാൻസ് ഒന്ന് ഞങ്ങൾ എല്ലാരെയും ഒന്ന് പഠിപ്പിച്ചതിന് ശേഷം റെഡി. അപ്പം താങ്ക് യു സോ മച്ച്. അടിപൊളിയായിരുന്നു. വീണ്ടും കാണാം. താങ്ക് യു. നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരു ഗുഡ് ന്യൂസ് ഞാൻ ഷെയർ ചെയ്യട്ടെ. ഒരു റഹ്മാൻ വരുന്നുണ്ട്. അതെങ്ങാനും ഫ്ലോപ്പ് ആവുകയെന്ന് വിചാരിക്കേ, അവരിവിടെ വരില്ലേ? ഇനി നമ്മള് ആ ഒരു മോൾത്തട്ട്, അതായത് മേൽത്തട്ട് നമ്മൾ അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഫ്ലോപ്പ് പെർഫോമൻസ് ആരുടെ അവർക്ക് റാങ്ക് കിട്ടും. Nice. ഒരു സൂപ്പർ, അടിപൊളിയല്ലേ? അച്ഛനും മോളും നന്നായിരുന്നു. അയ്യോ അത് ഞങ്ങൾ കണ്ടു സഹോദര. പ്രിയേ, എന്തോ നിനക്ക് വേണ്ടി മധുരമുള്ള പാട്ടുകൾ പാടി 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 എന്റെ ഷുഗർ ഇപ്പോൾ ഹൈ ആണ്, 550 ഇനിയെങ്കിലും നിനക്ക് വേണ്ടി കൈപ്പുള്ള പാട്ടുകൾ പാടി എന്റെ ആ ഷുഗർ ഒന്ന് ലോ ആക്കുവാൻ എന്നെ സഹായിക്കണം. ചേട്ടാ, ഓ ചേട്ടന്റെ പിച്ച് പോയ പാട്ട് കേട്ട് എന്റെ BP ഇപ്പൊ നോർമലായി. ഒന്ന് ചീഞ്ഞാലല്ലേ ചേട്ടാ മറ്റൊന്നിന് വളമാകൂ. ചേട്ടാ അല്ലല്ല, രണ്ട് കാര്യം പറയാനുണ്ട്. ലക്ഷ്മി പറ്റിച്ചു. റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് വീട്ടിലായപ്പന്റെ കഥയാണ് കണ്ടത്. അത് പോട്ടെ. ഇപ്പോ സത്യാവസ്ഥ കുട്ടി വിളിച്ചു പറയുകയും ചെയ്തു. ഒന്ന് ചീഞ്ഞാലല്ലേ മറ്റതിന് വളമാകുള്ളൂ. ചേട്ടാ വിഷമിക്കണ്ട, നല്ല വിഷമം അവർക്കുണ്ട്. അല്ല അത് ഞാൻ പറഞ്ഞത് ഒന്ന് ചീഞ്ഞിങ്ങലല്ലേ മറ്റൊന്നിന് വളമാകും. അതവൻ ഇപ്പഴാ മനസ്സിലായത്. അവര് ചീഞ്ഞിരിക്കണല്ലോ. ഒരു കാര്യം ചെയ്യാം, ഓഡിയൻസിന്റെ അടുത്ത് ചോദിക്കാം. അതായത് പെർഫോമൻസ് കുറച്ച് ഫ്ലോപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ അവിടെ ഇരിക്കണം. നല്ല പെർഫോമൻസ് ആയിരുന്നെങ്കിൽ ഇവർക്ക് താഴെ ഇരിക്കാം. എവിടെ ഇരിക്കണം ഇവരെ? താഴെ. മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കൂടമുല്ലപ്പൂ വിരിഞ്ഞു. അതിനായിരം ആശകളാൽ ഒരു പൊന്മ നീ
തേൻവണ്ടു ഞാൻ അലരേ, തേൻവണ്ടു ഞാൻ. അല്ല ഇനി ഒന്നുകൂടെ പറയൂ, എവിടെ ഇരിക്കണം? ആ ലോ താഴെ ഇരുന്നോളാം, താഴെ ഇരുന്നോളാം. ഈ പ്രണയം എന്ന് പറയുന്നത് ഈ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡ് ആയതുകൊണ്ടാട്ടോ പ്രണയത്തിന് കണ്ണില്ല, മൂക്കില്ല, പ്രായമില്ല എന്നൊക്കെ പറഞ്ഞ ശരിയാ. ലാസ്റ്റത്തെ ആ ഒരു പോയിന്റ് എടുക്കാന് പ്രായമില്ല. അപ്പോ പ്രണയം നമുക്ക് ഏത് ഏജ് ഗ്രൂപ്പിലും ആവാം, സത്യല്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ട് പേര് കാണാൻ വേണ്ടി വരികയാണ്. സ്പെഷ്യലി ഈ ഒരു പെർഫോമൻസ് നവി ചേച്ചിക്കും കൂടെ വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരുടെ ആ ഒരു പ്രണയം അത് എത്രത്തോളം സ്വീറ്റ് ആണ്, നവി ചേച്ചിയുമായിട്ട് എങ്ങനെയാണ് ലിങ്ക് അവിടെ എന്നുള്ളത് ഇപ്പൊ കാണാം. ഒരുമിക്കാൻ കൊതിക്കുന്ന മനസ്സുകൾ പ്രണയ സാഫല്യത്തിനായി എത്തുന്ന ദേവീ ക്ഷേത്രം. നരേശം വേണ്ട, നരേശം മതി. ഏതെങ്കിലും സിനിമാ താരങ്ങൾ ഗസ്റ്റ് ആയിട്ട് വരുമ്പോഴേ രണ്ട് ആർട്ടിസ്റ്റുകൾ അവരുടെ സിനിമയിലെ ക്യാരക്ടറായിട്ട് വരുമെന്ന് അറിയാവേ. ഇതിപ്പോ നവ്യ നായർ ഇരിക്കുന്നുണ്ട്, കല്യാണരാമല്ല ദിലീപ്, നവ്യ നായർ അതിന് എടുത്തു പറയേണ്ട കാര്യമുണ്ടോ? അവർക്കറിയാം, പാട്ടിട്ടാ മതി, നമ്മൾ ജനറാവത്തില്ലയോ? കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാൻ പുഴയിലെ പൊന്നോളങ്ങളിൽ എന്തുവാ കാലിലടി റാണിയുണ്ടോ? പാട്ടിന്റെ താളത്തിൽ വാർദ്ധക്യം രജിസ്റ്റർ ചെയ്തതായത്. പാട്ടിന്റെ താളത്തിൽ വാർത്തക്യം രജിസ്റ്റർ ചെയ്യണമെന്നില്ല, കണ്ടാലേ അറിയാൻ കളവനാന്ന്. കുട്ടി, എന്തോ കഴിഞ്ഞ 46 വർഷമായി നമ്മൾ ഇതേ പുഴക്കടയിൽ വരുന്നു ചിരാതൊഴുക്കാൻ, അതും ഇതേ ബാലൻസ് ഡേയില്. എന്ത് ഡേ? ബാലൻസ് ഡേ. ബാലൻസ് ഡേയോ? നിങ്ങളുടെ കാര്യത്തിൽ അത് കറക്റ്റാ. ഇനി അധിക കാലമില്ലല്ലോ, അപ്പൊ ഇനി ഉള്ളത് ബാലൻസ്ഡ് ഡേ. വാലന്റൈൻസ് ഡേ എന്ന് പറ മനുഷ്യ. ഈ വാലന്റൈൻ ഡേ ഇങ്ങോട്ട് വാ. വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ എന്നാ സംഭവം? എന്ന് പറഞ്ഞാൽ ഒരു വാലും തലയില്ലാത്ത കുറച്ച് ആണുങ്ങള് ഒരു പെണ്ണിന്റെ വാലേ പോകുന്ന ഡേക്കാണ് വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നത്. പ്രണയം ജയിച്ചവർക്ക് അത് വാലന്റൈൻസ് ഡേ, പ്രണയം തോറ്റവർക്കോ വല്ലവന്റെയും ഡേ. എന്താ ആ സ്കിറ്റ് തുടങ്ങിയപ്പോഴേക്ക് നിന്ന് വലിക്ക് വന്നു? അത് സ്കിറ്റ് വലിച്ചല്ലേ, ഇത് ലവ് ചിഹ്നമുള്ള ബലൂണ് എന്റെ പ്രിയതമ്മയ്ക്ക് സമ്മാനിക്കട്ടെ. സമ്മാനിക്ക്. എന്താ ശ്വാസം കിട്ടുന്നില്ല. ആകെ ഇത്തിരി ശ്വാസം ഉണ്ടായിരുന്നു, ഇടിച്ച് അതിനകത്ത് കേട്ടു, എന്നിട്ട് ശ്വാസം കിട്ടുന്നില്ല. ഇങ്ങോട്ട് വാ തുറന്നേ. ഇനി പറയൂ. നമ്മുടെ കാലത്തെ പ്രണയം അതൊന്നും അല്ല ഇപ്പോഴത്തെ കാലത്തെ പ്രണയം. അല്ല. എവിടെ നോക്കിയാലും ബെസ്റ്റികളാ. ഇത് അവരുടെ കാലല്ലേ? അവരുടെ കാലല്ലേ, എന്റെ കാലം. ക്ഷമിക്കണേ. എന്താണ് ഈ ബെസ്റ്റി എന്ന് പറഞ്ഞാൽ? എന്താ സംഭവം? ബെസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എങ്ങോട്ടെങ്കിലും പോണമെന്ന് വിചാരിച്ചോ, നമ്മുടെ സ്വന്തം കാറിലാണ് പോകുന്നതെങ്കിൽ അതിനെ ലവർ എന്ന് പറയുന്നു. ടാക്സി വിളിച്ചാണ് പോണതെങ്കിൽ അതിനെ ബെസ്റ്റി എന്ന് പറയുന്നു. കുട്ടിക്കറിയല്ല, കുട്ടിക്കറിയോ? ദിലീപേട്ടൻ പിടിക്കണ്ടേ? ഇത് കാണാ ദിലീപേട്ടൻ വന്ന് നിങ്ങളെ പിടിക്കും. മര്യാദക്ക് കളിക്കാൻ പറ്റുമോ? അല്ല, കുട്ടിക്ക് ഓർമ്മയുണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. അവിടെ രണ്ടുപേര് ഇരിക്കുവോ, അവർക്ക് എന്തോ ചോദിക്കാനുണ്ടെന്ന് അല്ല, പിന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ഈ പെണ്ണുങ്ങൾ വാഴില്ല എന്നൊക്കെ അല്ലേ പറയുന്നത്? ആര് പറഞ്ഞത്? നമ്മുടെ തറവാട്ടിൽ തറവാട്ടിലെ ജോത്സ്യം പറഞ്ഞു പെണ്ണുങ്ങൾ വാഴത്തില്ല എന്ന്. ആ ജോൽസിന് ഇപ്പൊ അവിടെ വിമൻസ് ഹോസ്റ്റൽ നടത്തി അടുത്ത് പിടിച്ച് ജീവിച്ചോണ്ടിരിക്കുവാ. വല്ല അറിയണ്ടോ? ഓ, ഞാൻ അറിഞ്ഞില്ല. അങ്ങനെയൊക്കെ ഉണ്ടായി. സെക്കൻഡ് പാർട്ട് എടുക്കുമ്പോ നോക്കാം. കല്യാണരാമന്റെ പാചകമൊക്കെ എങ്ങനെയുണ്ട്? പാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കാളും ചേട്ടനെക്കാളും കേമനായിരുന്നു അച്ഛൻ. അച്ഛൻ ഉണ്ടാക്കിയത് ഒന്നും ഇന്നേ വരെ ആരും മോശം പറഞ്ഞിട്ടില്ല കേട്ടോ, ഈ പുള്ളി ഒഴിച്ച്. ഇങ്ങനെ ഒന്നുമില്ല. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞ എന്നോടൊന്നും തോന്നരുത്. പറഞ്ഞു, നീ പറഞ്ഞാലും തോന്നൂല്ല. അങ്ങനെയാ. ഞാൻ പറയട്ടെ, നമുക്കേ ഒരു 5-6 മക്കളും കൂടി ഇനി വേണമെന്നാണ് എന്റെ ആഗ്രഹം. ചേട്ടൻ ഫിസിക്കലി ഓക്കെ അല്ലേ? ഞാൻ ബേസിക്കലി ഓക്കെ ആണ്. എന്താ പോയി ഒന്ന് കുനിഞ്ഞെടുത്ത് എനിക്ക് വയ്യ. എങ്ങനെ ഒന്ന് കുനിഞ്ഞെടുത്തതാന്ന്. ഞാൻ നല്ല ചെറുപ്പക്കാരൻ പയ്യൻ എന്തിനു? ഞാൻ ഫിസിക്കലി ഓക്കെ ആണല്ലോ. എന്നാ എടുത്തതാന്നേ. അയ്യോ 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 അയ്യോ. ഞാൻ നേരത്തെ ഒരു 5-6ന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു, അത് മറന്നേരേ.
ഞാൻ ഇനി ഒരു ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു തരുമോ? ഇനി എന്നെ കുരിശുമായിട്ട് വന്നേക്കണേ പോയി. ഇങ്ങോട്ട് വാ. താണ്ടെ ആ ആമ്പല് കണ്ടോ? ഭയങ്കര രസമുണ്ട്, എനിക്കത് വേണം. ഒന്ന് പറിച്ചു തരുമോ? എന്റെ കുട്ടി, അത് ഭയങ്കര റിസ്ക് ആണ്. ഭയങ്കര ആഴമുള്ള പുഴയാണ്, അങ്ങോട്ട് പോകാൻ പറ്റൂല. ഇല്ല. ചേട്ടന്റെ മുത്താരാ? എന്റെ മുത്ത് നീ. ചേട്ടന്റെ പൊന്നാരാ? പൊന്നു നീ. ചേട്ടന്റെ ചക്കര ആരാ? ചക്കര നീയാ. ചേട്ടന്റെ പഞ്ചാര ആരാ? ചക്കര നീയാ. ചേട്ടന്റെ അങ്ങോട്ട് വാ. നല്ല തണുപ്പുള്ള വെള്ളമല്ലേ, വല്ല വാദവും പിടിച്ചാലോ? ഇപ്പൊ ഇല്ലാത്ത പോലെ. അതെന്ന് ഇപ്പൊ പറിച്ചുതരാ. എന്നാന്നറിയാവോ? എന്നാ ഇന്ന് നായരൊക്കെ ഇവിടെ ഇരിക്കുമല്ലേ, അപ്പൊ ഞാൻ ഈ സ്വിമ്മിങ് സൂട്ട് എടുത്തില്ല. എങ്ങനെയാ? സ്വിമ്മിങ് സൂട്ട് എടുത്തില്ല. നിങ്ങൾ ഈ സ്വിമ്മിങ് സൂട്ടും ഒക്കെ ഇട്ടോണ്ട് ഇവിടെ വന്ന് നിൽക്കുന്ന കാര്യം ഞാൻ ആലോചിക്കുമായിരുന്നു. എങ്ങനെയാ? പെങ്കും കരക്ക് കയറി നിൽക്കുന്ന പോലെ ഇരിക്കും. അതെന്നാ സാധനം? അതെന്നാ പെൻകിന്ന് പറയാ? അങ്ങനെ ഒരു സാധനം ഉണ്ട്. ഇങ്ങോട്ട് വാ, എനിക്ക് പിച്ച് ഇങ്ങോട്ട് വാ. അതൊന്ന് എടുത്ത് താന്ന് എനിക്ക് വേണം. അത് ഇല്ല, ഞാൻ പോയി പറിക്കുവേ. ഇങ്ങോട്ട് ഇല്ല, ആരെ പ്രിയപ്പെട്ടവരെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുവാങ്ങും. റിപ്പബ്ലിക് ഡേ കഴിഞ്ഞിട്ട് ദിവസം എത്രയായി പന്നെ? നീ അവിടെ കിടക്കുമ്പോ എങ്ങനെയാന്ന് ഉൾപ്പുളകം ഉണ്ടാവുന്ന എനിക്ക്? പ്രൊപ്പലറൊന്നും ഇല്ല, കേറി വാ. പോയി. അയ്യോ